എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണ രീതി, അതുപോലെ തന്നെ നമ്മുടെ കിടപ്പ്, ഇരിപ്പ്, ഈ വക സംഗതികളിലെല്ലാം തന്നെ നമുക്കൊരു ശ്രദ്ധ വേണം. അനാവശ്യമായിട്ട് കുറേ സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. എന്നിട്ടോ അവിടെ നമ്മളൊരു എന്താ പറയുക, തൃശ്ശൂർ പൂരത്തിന് സാമ്പിൾ വെടിക്കെട്ട് എന്ന് പറയുന്ന പോലെ ഒരു സാമ്പിൾ പരിക്രമയൊക്കെ ഉണ്ട്. പരിക്രമയല്ല, ഒരു ട്രക്കിങ്, അത് സാമ്പിളാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മലയുണ്ട്, അതിൻ്റെ പിറകിലായിട്ടൊരു മല. ആ മല നമ്മളങ്ങോട്ട് നടന്ന് കയറും. അപ്പോൾ എത്ര നമുക്ക് കയറാൻ പറ്റും അത്ര നമുക്ക് അങ്ങോട്ട് കയറാം, പറ്റുന്ന അത്ര. അത് ആ കയറലും ഇറങ്ങലും ഒക്കെ വളരെ ആവശ്യമായിട്ടുള്ളതാണ്. അതപ്പം അവിടെ പോയിട്ട് അയ്യോ ഞാനില്ല, അത് എനിക്ക് വയ്യ എന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരം നമ്മൾക്ക് അനുസരിക്കില്ല. അതുകൊണ്ട് അവിടെ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്ഥിതി എന്താണ് എന്ന്. ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും നമ്മളെക്കുറിച്ച്. ഈ ഭൂമിക്ക് പറ്റിയ ആൾക്കാരാണ്, നിങ്ങൾ പേടിക്കേണ്ട ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മളെ എല്ലാം ഒന്ന് റെഡിയാവും. നമ്മളെ ഒന്ന് എന്താ പറയുക, ഒന്ന് കശക്കിയെടുക്കുക എന്ന് പറയില്ലേ, അതെ. ഈ കമ്പ്യൂട്ടർ ഇങ്ങനെ കുറേ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മൾ അതിൻ്റെ ഒരു റിഫ്രഷ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുക്കില്ലേ, ആ പരിപാടിയാണ് അവിടെ പോയി കഴിഞ്ഞാൽ ഈ ട്രക്കിങ്. ചെറിയൊരു സാമ്പിൾ ട്രക്കിങ്ങാണ്. ആ ട്രക്കിങ് കഴിയുമ്പം നമ്മൾ കുറച്ച് ക്ഷീണിക്കും, പക്ഷേ അതേസമയം നല്ല രസമായിട്ട് നമുക്കത് കയറാൻ ചിലപ്പോൾ പറ്റും. അതാ ഇതിനൊക്കെ അനുസരിച്ച് അത് വന്നു കഴിയുമ്പോഴേക്കും അന്ന് രാത്രിയോടുകൂടി നമ്മൾ ഏകദേശം ഈ ഭൂമിയായിട്ട് ഒന്ന് പരിചയമാവും. കൈലാസയാത്ര എളുപ്പമാവാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ആ ഭൂമിയായിട്ട് നമ്മുടെ ശരീരത്തെ എന്താ പറയുക, ഒന്ന് താതാത്മ്യപ്പെടുത്തുക എന്നുള്ള. അതിനെതിരായിട്ട് നമ്മൾ നിന്നാൽ ഭയങ്കര പ്രശ്നമാണ് എപ്പോഴും. അതുകൊണ്ട് അതുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. ആ പൊരുത്താണ് ആവശ്യം. ആ പൊരുത്തം ശരീരം, മനസ്സ്, ബുദ്ധി, ബോധം ഇതെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരാൾ പിറകിലേക്ക് വലിച്ചാൽ അതൊക്കെ പ്രശ്നമാവും. അതുകൊണ്ട് മനസ്സ്, ശരീരവും മനസ്സും ബുദ്ധിയൊക്കെ ഒരേപോലെ പ്രവർത്തിപ്പിക്കണം. അതൊക്കെ അവിടെ എത്തുമ്പം നിങ്ങളെപ്പോലെ ഒരാളാണ് നമ്മളും. നമുക്ക് ഇത്ര ഊർജ്ജത്തോടു കൂടി അവിടെ സംസാരിക്കാൻ പറ്റിയെന്ന് ചിലപ്പം വരില്ല. അതുകൊണ്ട് നിങ്ങളെപ്പോലെ ഒരാളായിട്ട് അങ്ങനെ പതുക്കെ മട്ടിലൊക്കെ നമ്മളും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. എന്നാലും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടുന്ന് മുതൽ അവിടെ ഇപ്പോൾ ഈ ന്യാലം എന്ന് പറയുന്നത് ആ ബേസ് ക്യാമ്പിൽ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ആ ഗസ്റ്റ് ഹൗസിലാണ് നമ്മുടെ താമസം. പിന്നെ സാമാന്യം ഭേദപ്പെട്ട താമസമാണ്, വലിയ ഇതൊന്നുമില്ലാത്ത. പിന്നെ അത് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ പോകുന്നത് സാഗ എന്ന് പറഞ്ഞ സ്ഥലമാണ്. എല്ലാം പിന്നെ ഉള്ളത് നമ്മുടെ യാത്ര ഈ പറഞ്ഞ ലാൻഡ് ക്രൂസർ വാഹനത്തിലാണ്. വണ്ടിക്കകത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ബാഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ സൂട്ട് കേസ്, ഹാൻഡ് ബാഗ് അങ്ങനെയൊക്കെ ഉള്ളതിലായിരിക്കുമല്ലോ. അതെല്ലാം നമുക്ക് കാഠ്മണ്ഡുവിൽ വെക്കാനുള്ള സൗകര്യമുണ്ട്. കാഠ്മണ്ഡുവിൽ വെക്കാനും. എന്നിട്ട് ഈ ബാഗ് മാത്രമാണ് നമുക്ക് ആവശ്യം, ഈ ബാഗും ഒരു ഹാൻഡ് ബാഗും. മറ്റേ ബാഗൊക്കെ സുരക്ഷിതമായിട്ട് അവിടെ ഉണ്ടാവും. തിരിച്ചു വന്നിട്ടാണ് നമ്മൾ ആ ബാഗ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് പോരുന്നത്. അപ്പോൾ അതിലാവശ്യമില്ലാത്ത നമുക്ക് കുറച്ച് ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഡ്രസ് കോഡ് പറഞ്ഞപ്പോഴാണ് സ്വാമി ഈ വഴിയിൽ വന്നത്. അപ്പോൾ ആ ഡ്രസ് കോഡിൽ തിരിച്ച് വന്ന് കാഠ്മണ്ഡുവിൽ നമുക്ക് നമ്മുടെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ നല്ല വസ്ത്രം എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അത് അവിടെ സ്റ്റോക്ക് കാഠ്മണ്ഡുവിൽ തന്നെ കരുതണം. പിറ്റേ ദിവസം ഇങ്ങോട്ടേക്ക് പോരാനുള്ളതും ഒരു 2 ജോഡി ഡ്രസ്സ്. എല്ലാ ഡ്രസ്സും കൂടെ കൈലാസ യാത്രയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ അതൊരു പരുവത്തിലായിട്ടുണ്ടാവും. പിന്നെ അതും എടുത്ത് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള പാകത്തിനൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് സാരിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഈ 2 സാരി, അത് 2 സാരി അത് അവിടെ തന്നെ വയ്ക്കുക. വാഷ് ചെയ്യാനൊക്കെ ഹോട്ടലിൽ സൗകര്യമുണ്ട്, അവർ കാശ് മേടിക്കുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഗതികൾ നമുക്ക് അവിടെ എന്താ പറയുക, അതൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഈ യാത്രയിൽ നമുക്ക് എത്ര ജോഡി ഡ്രസ്സ് വേണം എന്നുള്ളതാണ്. യാത്ര പുറപ്പെട്ട് കഴിഞ്ഞാൽ ദിവസം പിന്നെ മാറ്റുന്ന പരിപാടിയൊന്നും നടക്കൂല. 1-2 ഈ പറഞ്ഞ ടീഷർട്ട് പോലെയുള്ളതൊക്കെ ഇടാം നമുക്ക്. അത് ഇടുകയും ചിലപ്പം 2 നമ്മൾ കൂടുതലിടും. ചില സമയത്ത് നമ്മളത് അഴിച്ചു മാറ്റി ഒരെണ്ണാക്കും. അത് ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച്, ജീപ്പിനകത്ത് ചൂടും തണുപ്പും ഒക്കെ വരുന്നതിനനുസരിച്ച്. അപ്പോൾ അത് നമ്മുടെ ചെറിയൊരു ഹാൻഡ് ബാഗ് പോലെ നമ്മുടെ കയ്യിലുണ്ടാവണം. ആ ഹാൻഡ് ബാഗിനകത്ത് വേണ്ടുന്ന കുറേ സാധനങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാം. അതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരിക്കേണ്ടതെന്നുള്ളത്.
നമ്മൾ പിന്നെ അഞ്ചാമത്തെ ദിവസമാണ്, അഞ്ചാമത്തെ ദിവസമാണ് മാനസരോവരിലെത്തുന്നത്. മാനസരോവരിലെ കുളി കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് എന്ത് വേണ്ടത്? ഒരു ജോഡി ഫ്രഷ് പുതിയ വസ്ത്രം വേണ്ട. പുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജീൻസോ അല്ലെങ്കിൽ ഇതൊക്കെ വേണ്ടത്. ബാക്കിയുള്ള സമയങ്ങളിലൊന്നും എല്ലാ ദിവസവും മാറ്റൽ പരിപാടിയൊന്നും നടക്കൂല. അത് വിചാരിച്ചിട്ടും കാര്യമില്ല. അതങ്ങനെയാണ് ആ യാത്രയുടെ സ്വഭാവവും കാലാവസ്ഥയും. കാലാവസ്ഥ തണുത്തതായതുകൊണ്ട് അങ്ങനെ വിയർക്കില്ല. വിയർക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് വസ്ത്രം മാറ്റേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടാവില്ല. മാനസരോവരിൽ 2 കുളിയാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഒന്ന്, നമ്മൾ എത്തുന്ന സമയം. ഈ എത്തുന്ന സമയം നമ്മുടെ ഭാഗ്യം പോലെ അനുസരിച്ചിരിക്കും, നമ്മുടെ ആ ഒരു ഇതിനനുസരിച്ച്. അതെ, മിക്കവാറും നമ്മളൊരു 3:30 മണി, 4 മണി, അല്ലെങ്കിൽ 12:30, 1, 2, 3 ഇങ്ങനെ ഇതിൻ്റെ 6 മണീൻ്റെ ഇത് 1-ൻ്റെയൊക്കെ ഇടയിലായിട്ടുള്ള സമയം. അങ്ങനെയുള്ള ഇടയിലായിട്ടുള്ള സമയമാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് അപ്പം തന്നെ ഒരു കുളിയാണ്. ആ കുളി എന്ന് പറഞ്ഞാൽ മാനസരോവർ എന്ന് പറഞ്ഞാൽ 99ഓളം കിലോമീറ്റർ ചുറ്റളവിലുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്ന മാനസരോവരിൻ്റെ ഭാഗം എന്ന് പറയുന്നത് നല്ല ഉറപ്പുള്ള പാറകളും ഇങ്ങനെ ആ ഉറപ്പുള്ള പ്രദേശമാണ്, നല്ല ഉറപ്പുള്ള പ്രദേശമാണ്. അപ്പോൾ അവിടെ നമുക്ക് നന്നായി കുളിക്കാൻ പറ്റും, നന്നായിട്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ വണ്ടിയിൽ കയറുമ്പോൾ നമ്മുടെ വണ്ടിയിൽ എപ്പോഴും ഒന്ന് നമുക്ക് ഈ പറഞ്ഞ ആ മാനസരോവർ എത്തുന്ന 4ാമത്തെ ആ ന്യാലം ഈ സാഗയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ജോഡി ഡ്രസ്സ് കുളി കഴിഞ്ഞാൽ ഇടാനുള്ളത് കയ്യിൽ ബാഗിലുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം 2 വിധത്തിലാണ് ബാഗ്. ഒന്ന്, ഈ ബാഗ് നമുക്ക് വഴിയിൽ നിന്നൊന്നും എടുക്കാൻ പറ്റില്ല, ഇത് പ്രത്യേകം ട്രക്കിലാണ് പോവുക. അതുകൊണ്ട് ഈ സാധനത്തിൽ വെക്കുന്നതൊന്നും നിങ്ങൾക്ക് വഴിയിൽ നിന്ന് കിട്ടൂല. രാത്രി ക്യാമ്പിലേക്ക് കിട്ടുള്ളൂ, രാത്രി നിങ്ങളുടെ റൂമിലേക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ ഈ ബാഗിൽ വെച്ചാൽ കിട്ടുന്നതല്ല. അപ്പം അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഹാൻഡ് ബാഗ് ഉണ്ടായിരിക്കണം. ആ ഹാൻഡ് ബാഗിൽ നമ്മുടെ ജീപ്പിനകത്തായിരിക്കും. ആ ജീപ്പിനകത്തുള്ളതിൽ ഒരു ജോഡി ഡ്രസ്സ് അത് കയ്യിൽ അത് സ്പെയറായിട്ട് കരുതിയാൽ നല്ലതാണ്. ഒരു തോർത്ത് അല്ല ഒരു വലിയ മുണ്ടോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അവിടെ ഈ കുളിമുറിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് കുളിക്കാനും കഴിഞ്ഞിട്ട് മാറ്റാനും ഒക്കെ സൗകര്യമായിരിക്കും. ആ ഒരു പോകുന്ന സമയത്തുള്ള മാനസരോവരിലെ കുളിയാണ് നമുക്ക് വിസ്തരിച്ച് കുളിക്കാൻ പറ്റുന്നത്. വിസ്തരിച്ച് കുളിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ആ മാനസരോവരിനെ നന്നായി നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന സമയം അപ്പോഴാണ്. പിന്നെ ഉള്ളത് പിറ്റേ ദിവസം രാവിലെ ഹോമത്തിൻ്റെ സമയമാണ്. അതെന്ന് പറഞ്ഞാൽ കുറച്ച് കഠിന കുളി, കാരണം നല്ല തണുപ്പുണ്ടാവും. ഈ സമയത്ത് തണുപ്പുണ്ടാവും, പക്ഷേ നമുക്ക് കുളിക്കാൻ പറ്റും. അത് മറ്റത് രാവിലെ നല്ല തണുപ്പായിരിക്കും. മാത്രമല്ല നമ്മൾ താമസിക്കുന്ന ആ ഹോമമൊക്കെ നടത്തുന്ന ആ സ്ഥലത്ത് കുറച്ച് ചതുപ്പ് പോലെയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് കാല് വെച്ചാൽ അങ്ങനെ താഴ്ന്നു പോകും. അപ്പോൾ ആ അതികാലത്ത് മാനസരോവരിൽ കുളിക്കുക എന്ന് പറഞ്ഞാൽ ആ അതികാലത്തല്ല, നമ്മളൊരു 10-10:30-ഒക്കെയാണ് ഈ ഹോമമൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് ചിലപ്പോൾ എന്നാൽ തന്നെ കുളിക്കാൻ ചിലപ്പോൾ നന്നായി മുങ്ങി കുളിക്കലൊന്നും ചിലപ്പോൾ നടന്നു എന്ന് വരില്ല ചിലരെ സംബന്ധിച്ച്. അപ്പോൾ ചിലരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതൊക്കെ പറഞ്ഞ് തന്നു കഴിഞ്ഞാലും ചിലരെന്താണെന്നറിയോ, ആ സമയത്ത് അവർ പറയും നാളെ കുളിക്കാമെന്ന് പറയും. അപ്പോൾ അവർ വിചാരിക്കുക നാളെ എന്ന് പറയുന്നത് ഇപ്പം കിട്ടുന്ന ഈ ഒരു സമയം പോലെ ഇരിക്കും എന്നാണ്. അതില്ല എന്നുള്ളത് കൊണ്ട് സ്വാമി പരിചയം നന്നായിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുളിക്കാൻ പറ്റിയ നന്നായിട്ട് നല്ലൊരു അനുഭവമായിരിക്കും അത്. ആ മാനസരോവർ കാണലും അതിലെ ആദ്യത്തെ തന്നെ കുളി. അപ്പോൾ നമ്മളത് അവിടെ കാണാം, ആളുകളൊക്കെ കുളിക്കുന്നതും ഇതൊക്കെ. അപ്പോൾ നിങ്ങളത് ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹോമവും കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ പരിക്രമയാണ്.